മഴത്തോരു മുൻപ് എന്ന മനോഹരമായ പരമ്പരയിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാവിധ പിന്തുണകൾക്കും അകമഴിഞ്ഞ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായ ഒരു സന്തോഷ വാർത്ത കൂടി പങ്കുവെക്കുകയാണ്. ഒലിവിയ എന്റർടൈൻമെന്റ് എന്ന ഈ ചാനൽ കഴിഞ്ഞ ദിവസം 1,00,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മുടങ്ങാതെ ഈ ചാനലിൽ വരുന്ന ഓരോ വീഡിയോകളും വീക്ഷിക്കുകയും അതിന് ലൈക്കും ഹൈപ്പും ഒപ്പം കമൻറ്റുകളും നൽകി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദ്യമായ നന്ദി ഒരിക്കൽ കൂടി പറയുകയാണ്. ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുവാൻ ഉറപ്പിക്കുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്റ്റാൻലി ജോസഫിന്റെ അടുക്കളയ്ക്കുള്ളിൽ നടന്ന ധൂർത്തും നിരുത്തരവാദിത്തപരമായ പ്രവർത്തനവും അതിന് തടയിടുവാൻ വേണ്ടി അലീന മുൻപോട്ടിറങ്ങിയത് അല്പസ്വല്പം പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി. അടുക്കളയിലെ പ്രശ്നം തുടർന്ന് അപ്പനും മകളും തമ്മിലായി. അലീന പറയുന്ന കാര്യങ്ങളെല്ലാം വാസ്തവമാണ് എന്ന് സ്റ്റാൻലിക്ക് അറിയാം. എങ്കിൽ പോലും സ്റ്റാൻലിക്ക് ആരുടെയും മുമ്പിൽ കീഴടങ്ങുവാൻ കഴിയില്ല, തെറ്റുകൾ സമ്മതിക്കുവാനും കഴിയില്ല. അലീനയുടെ മുൻപിൽ കൂടെ ഉത്തരം മുട്ടുവാൻ തുടങ്ങിയപ്പോൾ സ്റ്റാൻലി തന്നെ ആയുധം വെച്ച് കീഴടങ്ങുവാൻ തയ്യാറായി. അദ്ദേഹം പറയുകയാണ്, അലീന, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. കുറച്ച് വർഷങ്ങളായിട്ടുള്ള ശീലങ്ങളാണ് ഇവിടെയുള്ളവരുടേത്. ഞാനും പിശുക്കിയൊന്നുമല്ല ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. ധാരാളം വിഭവങ്ങളുള്ള ഊണുമേശയിലിരുന്നേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. അതിൽ എത്ര ഭാഗം ഉപയോഗിക്കപ്പെടുന്നുണ്ട്, എത്ര ഭാഗം വേസ്റ്റായി പോകുന്നു എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇത്രയും കാലം ഞാൻ ഇങ്ങനെയാണ് ജീവിച്ചത്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അതിന് അലീനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, പപ്പ, ഇത്രയും പപ്പ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. പപ്പ ഇവിടെ ഇങ്ങനെ വില കൂടിയ ഊണുമേശയിൽ വിലപിടിച്ച ഭക്ഷണം എച്ചിലാക്കി കളയുമ്പോൾ അതിൽ നിന്നൊരു ഇത്തിരി കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ച് കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിൽ ഒരു പെൺകുട്ടി വിശന്നിരിക്കുന്നുണ്ടായിരുന്നു. പപ്പയുടെ മകൾ. കഴിഞ്ഞ 23 വർഷക്കാലം ഇപ്പോഴുമുണ്ട് ഏതൊക്കെയോ പപ്പമാരുടെ മക്കൾ അവിടെ. ആ വാക്ക് തലയ്ക്ക് അടി കിട്ടിയതുപോലെ ആയിപ്പോയി സ്റ്റാൻലിക്ക്. കുറച്ച് നിമിഷങ്ങളോളം അയാൾ തരിച്ചു നിന്നുപോയി. പിന്നീട് ഒന്നും മിണ്ടാതെ അലീന പിന്തിരിഞ്ഞു തൻ്റെ മുറിക്കുള്ളിലേക്കും പോയി. ഔതക്കുട്ടിച്ചായൻ കിച്ചണിൽ നിന്നും സ്റ്റാൻലിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അയാൾ അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആഹാ, കൊള്ളാലോ, നീ രാവിലെ തുടങ്ങിയോ? ആ, അപ്പച്ചന് വേണോ? നിനക്കെന്താടാ ഒരു വല്ലാത്ത ഗൗരവം? അത് കേട്ടുകൊണ്ട് സ്റ്റാൻലി ചോദിക്കുകയാണ്, അല്ലപ്പച്ച, ഈ സ്ത്രീകളെല്ലാം ഇങ്ങനെ തന്നെയാണോ? നമുക്ക് സ്വസ്ഥത തരുത്തില്ലേ ഒരിക്കലും ഇവര്? എന്താടാ ലാലിച്ച, എന്തു പറ്റി? അല്ലപ്പച്ച, ഞാൻ ചിന്തിക്കുന്നത് അവൾ എന്തിനാണ് ഈ അനാവശ്യമായ കാര്യങ്ങളിൽ ചെന്ന് തലയിടുന്നത്? ഒരിടത്ത് അടങ്ങിയിരുന്നാൽ പോരെ? അടുക്കള കാര്യങ്ങളിലൊന്നും ഇടപെടരുത് എന്ന് ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ഞാൻ അലീനയോട് പറഞ്ഞത് അപ്പച്ചനും കേട്ടതാണല്ലോ. എന്നിട്ട് ഇന്ന് രാവിലെ തന്നെ പൗലോസുമായി വഴക്കുണ്ടാക്കിയിരിക്കുന്നു. അതൊരു തരം അധിക പ്രസംഗമല്ലേ? എടാ, അതിന് അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പൗലോസ് കാണിച്ചത് തെമ്മാടിത്തരമല്ലേ? അതും അവൾ നോക്കി നിൽക്കുമ്പോൾ അവളുടെ മുൻപിൽ വെച്ച്. ഞാനും അവനെ 2 ചീത്ത പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പച്ചൻ പറയുന്നത് പോലെ അല്ല. അപ്പച്ചൻ പ്രായമായ ആളാണ്. എൻ്റെ അപ്പച്ചനാണെന്ന് അവൻ അറിയാം. പൗലോസ് വെറും ഒരു അടുക്കളക്കാരനല്ല. എത്ര വർഷങ്ങളായിട്ട് അവൻ എൻ്റെ കൂടെ നിൽക്കുകയാണ്. ഇവിടെ വെച്ച് ഗെറ്റ് ടുഗദറൊക്കെ നടക്കുമ്പോൾ എത്രയോ പേർക്ക് അവൻ വെച്ചു വിളമ്പിയിരിക്കുന്നു. അവനുണ്ടാക്കുന്ന ഏത് ഫുഡും നന്നായിരിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരാളും ദുഷിച്ചു പറഞ്ഞിട്ടില്ല. അവൻ നോക്കുമ്പോൾ അവൻ്റെ പകുതി പ്രായമില്ലാത്തൊരു പെണ്ണു വന്ന് അവൻ്റെ കൈക്ക് കയറി പിടിക്കുന്നു. അവനൊരു വാശിക്ക് അവളുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും പൊങ്ങച്ചം കാണിച്ചിട്ടുണ്ടാവും. പൊങ്ങച്ചം അല്ലടാ, അഹങ്കാരം. അതുപോലെ വാശി അവൾക്കുമില്ലേ? അല്ല, അവൾ നിന്റെ മകളല്ലേ? നീ പറഞ്ഞാൽ അനുസരിക്കുന്നത് പോലെ തന്നെ അവൾ പറഞ്ഞാലും അനുസരിക്കണ്ടേ നിന്റെ ജോലിക്കാർ? അല്ലെങ്കിൽ പിന്നെ അവക്കെന്താ ഇവിടെ ഒരു വില? ഔതക്കുട്ടിച്ചായൻ അലീനയുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് സ്റ്റാൻലി വീണ്ടും പറയുകയാണ്, അപ്പച്ചൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവക്കിവിടെ ഒരു വിലയുമില്ലെന്ന് തോന്നും. അവൾക്ക് വേണ്ടിയല്ലേ ഞാനിതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. അവൾക്ക് എന്ത് സുഖസൗകര്യം വേണമെങ്കിലും ഏർപ്പാടാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. പാസ്പോർട്ട് എടുപ്പിച്ച് വിദേശ രാജ്യങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എത്ര ലക്ഷം രൂപ അവൾക്ക് വേണമോ അത്രയും കൊടുക്കാമെന്നും പറഞ്ഞു. അതൊന്നും അവൾക്ക് വേണ്ട. ഇവിടുത്തെ അടുക്കളയിൽ അവളുടേതായ ചില പരിഷ്കാരങ്ങളും ചിട്ടകളും ചെലവ് ചുരുക്കലുകളും ഒക്കെ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മതിയെന്ന്. നീ അങ്ങ് വിട്ടുകൊടുത്തേക്കണം ലാലിച്ച. അവളുടെ ഇഷ്ടം പോലെ അവൾ നടത്തട്ടെ. ഇവിടുത്തെ ജോലിക്കാർ പിണങ്ങിപ്പോയി കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യോ പച്ച? 1-2 വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ച് അവൾ അവളുടെ പാട്ടിനെങ്ങ് പോകും. ഞാൻ പിന്നെ എനിക്ക് മനസ്സിനിണങ്ങിയ ഒരു കുക്കിനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കുമെന്നാ? ആ, അതും ശരിയാണ്. സ്റ്റാൻലി പറയുന്നതിലും കാര്യമുണ്ടെന്ന് ഔതക്കുട്ടിച്ചായന് തോന്നി. അല്ല പച്ച, ഈ പെണ്ണുങ്ങളുടെ എല്ലാം സ്വഭാവം ഒരുപോലെയാണ് അല്ലേ? അവർക്ക് ആരെയെങ്കിലും ഭരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെന്ന് തലയിട്ട് മറ്റുള്ളവർക്ക് ടെൻഷൻ ഉണ്ടാക്കി വെക്കണം. അപ്പൻ്റെയും ആങ്ങളമാരുടെയും ഭർത്താവിൻ്റെയും വാക്കുകളെ ധിഖരിക്കണം. എന്നാലേ അവർക്കൊരു സംതൃപ്തി കിട്ടൂ. അപ്പച്ചൻ്റെ ചിന്നമ്മ ഇങ്ങനെയൊക്കെ ആയിരുന്നോ? നിന്റെ അമ്മയെ നിനക്കറിയത്തില്ലേടാ. അമ്മ അനാവശ്യ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പച്ചനോട് വഴക്കുണ്ടാക്കി ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പച്ചൻ്റെ അടുത്ത് തർക്കുത്തരം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല.
ആ അത് ശരിയാ, പുറമെ ഒന്നും പറയാറില്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്നമ്മ അവളുടെ പരാതിയും പിണക്കവും പരിഭവവും വഴക്കും എല്ലാം അങ്ങ് അഴിച്ചിടുമായിരുന്നു. ഞാൻ ചുമ്മാ കേട്ടോണ്ട് കിടക്കും. പക്ഷേ ഇവിടുത്തെ ചിന്നമ്മ അപ്പോഴപ്പോൾ ഉള്ള കാര്യം നേരിട്ട് മുഖത്ത് നോക്കി അങ്ങ് പറയും. അത്രയേ ഉള്ളൂ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വീണ്ടും അടുത്ത പരിഭവം സ്റ്റാൻലി പറയുകയാണ്. അതുപോലെ തന്നെ അവൾ അവരുടെ മുൻപിൽ വെച്ച് എൻ്റെ മകളാണെന്ന് വിളിച്ചു പറഞ്ഞത് ശരിയായോ അപ്പച്ച? ആ അതിലൊരു കുറ്റവും പറയാനില്ല, നന്നായി പോയെന്നാ എനിക്ക് തോന്നിയത്. എൻ്റെ പപ്പയുടെ എന്ന് അവൾ പറഞ്ഞപ്പോൾ നീ അവളുടെ മുഖം നോക്കിയിരുന്നോ? നല്ല അഭിമാനത്തോടു കൂടിയാ അവളത് പറഞ്ഞത്. എനിക്കത് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പച്ച അതല്ല കാര്യം, അവളാണോ അത് പറയേണ്ടത്? ഞാൻ അവളുടെ അപ്പനാണെന്ന് അവൾ പറഞ്ഞാൽ അതിനൊരു വിലയുണ്ടാവുമോ? ഞാൻ പറയണം ഇതെൻ്റെ മോളാണെന്ന്, എങ്കിലേ അതിനൊരു അംഗീകാരം ഉണ്ടാവുകയുള്ളൂ. നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? അവളെ കൊണ്ട് പറയിപ്പിച്ചത് നിന്റെ തെറ്റ്. നേരത്തെ പറയേണ്ടതായിരുന്നല്ലോ. അവളെ ഇവിടെ കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ പറയേണ്ടവരോടെല്ലാം നീ പറയണമായിരുന്നു, അലീന എന്നു പേരുള്ള എൻ്റെ മകൾ ഇവിടെ വന്നു ചേരുവാൻ പോവുകയാണെന്ന്. ആ നന്നായി, അപ്പച്ചൻ തന്നെ എന്നോടത് പറയണം. എനിക്ക് അങ്ങനെ ഒരു മകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ വല്ല നക്കാപ്പിച്ചയും കൊടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞ ആളാ അപ്പച്ചൻ. പുനലൂരിൽ നിന്ന് 3-4 ദിവസം മുമ്പേ ചാടിപ്പോന്നത് എന്തിനായിരുന്നു? അവളെ ഇവിടുന്ന് എങ്ങനെങ്കിലും നാട് കടത്താനല്ലേ? ഔതക്കുട്ടിച്ചായൻ അത് കേട്ടപ്പോഴേക്കും കാറ്റുപോയ ബലൂണ് പോലെ ചുരുങ്ങിപ്പോയി. ആ കഴിഞ്ഞൊന്നും ഇനി ഓർക്കുകയും പറയുകയും വേണ്ട. ഇപ്പോഴെന്താ നിന്റെ പ്രശ്നം? ചിന്നമ്മയുമായിട്ട് നീ വഴക്കുണ്ടാക്കിയോ? ആ ചെറുതായിട്ട്. ഞാൻ അവളോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ, പക്ഷേ അവൾക്ക് മനസ്സിലാകുന്നില്ല. അവൾ എന്നോട് വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത്. എന്നെ പഠിപ്പിക്കാനാണ് അവിടെ ശ്രമം. അപ്പച്ചൻ അറിയാലോ എൻ്റെ സ്വഭാവം. അത് ശരി, എന്നിട്ട് ഒടുവിൽ ഇത് എങ്ങനെ അവസാനിച്ചു? ആരാ തോറ്റത്, അപ്പനാണോ മകളാണോ? അപ്പച്ച, നമ്മളിവിടെ സുഭിക്ഷമായിട്ട് ജീവിച്ച കാലത്ത് അവൾക്ക് ഓർഫനേജിൽ പട്ടിണിയായിരുന്നു അത്രേ. അത് എൻ്റെ കുറ്റമാണോ? ഞാൻ അറിഞ്ഞിട്ടാണോ? അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെ പട്ടിണി കിടക്കുവാനും ഓർഫനേജിൽ താമസിക്കുവാനും ഞാൻ സമ്മതിക്കുമോ? ആഹാ, എന്നിട്ട് നീ എന്ത് മറുപടി പറഞ്ഞു അവളോട്? ഞാൻ എന്ത് പറയാനാ? 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചവളാ എൻ്റെ മോളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എനിക്കെന്ത് പറയാൻ പറ്റും? 23 കൊല്ലം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് സഹിക്കാം. ഇതങ്ങനെയല്ലല്ലോ. നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ. സ്റ്റാൻലി നിറച്ചു വെച്ചിരുന്ന മദ്യ ഗ്ലാസ് എടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു. സ്റ്റാൻലി സാധാരണ അങ്ങനെയല്ല മദ്യം കുടിക്കാറ്. ഇത് അധികരിച്ച മാനസിക സംഘർഷത്തിന്റെ ലക്ഷണമാണെന്ന് ഔതക്കുട്ടിച്ചായന് മനസ്സിലായി. അയാൾ ശബ്ദം താഴ്ത്തി പറയുകയാണ്. സാരമില്ലടാ ലാലിച്ച, ഒരു കാര്യം നീ ഓർത്താ മതി. നിന്റെ മോൾ കള്ളത്തരത്തിനും അനീതിക്കും ഒന്നും കൂട്ടുനിൽക്കില്ല. ആത്മാർത്ഥതയുള്ളവളാ, സ്നേഹമുള്ളവളാ, നന്മയുള്ളവളാ. അങ്ങനത്തെ മക്കളല്ലേ ലാലിച്ച ഒരപ്പന് വേണ്ടത്. സ്റ്റാൻലി ഒന്നും മിണ്ടിയില്ല. ആ എന്തായാലും ഞാൻ ചെന്ന് അവളോടൊന്ന് സംസാരിക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയ്ക്ക് മധ്യസ്ഥം പറയാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് ആരും മധ്യസ്ഥമൊന്നും പറയണ്ട. അങ്ങോട്ട് ചെല്ലേണ്ട താമസമേ ഉള്ളൂ. ഔതക്കുട്ടിച്ചായനെ ചിന്നമ്മ വളച്ചൊടിച്ച് ഉള്ളം കയ്യിലെടുത്ത് ചുരുട്ടി പിടിക്കാൻ. ചെന്ന് കയറിക്കൊടു. എടാ, നീ വിചാരിക്കുന്നത് പോലെ ഞാൻ അന്യായത്തിനൊന്നും അവൾക്ക് കൂട്ടു നിൽക്കില്ല. ഇതും പറഞ്ഞ് ഔതക്കുട്ടിച്ചായൻ മുറി വിട്ടിറങ്ങി. അലീനയുടെ മുറിയിലെത്തിയപ്പോൾ അവൾ കഴുകുവാനുള്ള ഡ്രസ്സുകൾ എടുത്ത് ബക്കറ്റിലിടുകയാണ്. അവളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിയിട്ട് ഔതക്കുട്ടിച്ചായൻ ചോദിച്ചു, നീ കരഞ്ഞോ മോളെ? ഇല്ല. നുണ പറയല്ലേ മോളെ, നിന്റെ മുഖം കണ്ടാൽ അറിയാം. അവളുടെ കൺപീലികൾ നനഞ്ഞിരുന്നു. കൺതടങ്ങളിൽ കണ്ണുനീർ ഒലിച്ചിറങ്ങിയതിൻ്റെ പാടുണ്ടായിരുന്നു. അലീന പറയുകയാ, പപ്പ ഇവിടെ വന്ന് എന്നെ വഴക്കു പറഞ്ഞു. ആഹാ, അത്രേ ഉള്ളോ കാര്യം? അവൻ പറഞ്ഞതനുസരിക്കാതെ നീ വേണ്ടാത്ത കാര്യത്തിൽ ചെന്ന് തലയിട്ടിട്ടല്ലേ? അവൻ്റെ സ്വഭാവം അങ്ങനാ. വേണ്ടാത്ത കാര്യത്തിലൊന്നും അല്ലല്ലോ അപ്പച്ച ഞാൻ തലയിട്ടത്. വേണ്ട കാര്യം മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മോളെ, ഇവിടെ വന്ന ദിവസം മുതൽ ഇത്രയും ദിവസം ഇതിനിടയിൽ നിനക്ക് ഏകദേശം അവൻ്റെ സ്വഭാവം മനസ്സിലായിട്ടില്ലേ? എല്ലാവരും അവനെ അനുസരിച്ചോണം. പട്ടാളത്തിൽ അവനൊരു കേണലല്ലായിരുന്നോ? എത്ര പട്ടാളക്കാര് അവൻ്റെ കീഴിലുണ്ടായിരുന്നു എന്ന് മോക്കറിയുമോ? അത് ശരി, കീഴിൽ മാത്രം അല്ലല്ലോ അപ്പച്ച, മോളിലും കുറച്ചു പേരൊക്കെ ഉണ്ടായിരിക്കത്തില്ലേ? അലീനയുടെ ആ വാക്ക് കേട്ടിട്ട് ഔതക്കുട്ടിച്ചാന് വല്ലാതെ ചിരി വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ആഹാ, നിനക്കിതൊക്കെ അറിയാമോ? അതെ അപ്പച്ച, ഈ കേണൽ എന്ന് പറയുന്നത് ഉദ്യോഗത്തിൽ ഇരുന്നപ്പോഴത്തെ ഒരു പദവി മാത്രമാണ്. ആ യൂണിഫോം അഴിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ വെറും ഒരു മനുഷ്യൻ മാത്രമായി എന്ന് അപ്പച്ചൻ്റെ മോൻ ഒന്നും മനസ്സിലാക്കണം. ഇപ്പോഴും അപ്പച്ചൻ്റെ മോൻ വലിയ കേണലാണെന്നുള്ള വിചാരത്തിലാണ് നടക്കുന്നേ. മോളെ, നീ അടുക്കളയിൽ കയറി പൗലോസിൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയത് അവനൊട്ടും പിടിച്ചിട്ടില്ല. അവന് നിസ്സാര കാര്യത്തിന് കണക്ക് പറയുന്നതൊന്നും ഇഷ്ടമല്ല. കുറച്ച് പൈസ പോയാലും ശരി, അന്തസ്സ് കളഞ്ഞ് കളിക്കരുതെന്നാണ് അവൻ്റെ പ്രമാണം. ഇതിൻ്റെ പേര് അന്തസ്സൊന്നും അല്ല, അഹങ്കാരം. അത് വല്യപ്പച്ചൻ്റെ മോന് ഇത്തിരി കൂടുതലാ. ആകെ 100-200 ഏക്കർ തോട്ടമേ ഉള്ളൂ, എന്നിട്ടും വലിയ എസ്റ്റേറ്റ് ഉടമയാണെന്നാ വിചാരം. ഈ കണക്കിന് ടാറ്റയും ബിർളയും ഒക്കെ എന്തുമാത്രം അഹങ്കരിക്കണം വല്യപ്പച്ച. അലീനയുടെ വർത്തമാനവും അത് പറയുമ്പോഴത്തെ ഭാവവും ഔതക്കുട്ടിച്ചായനെ വല്ലാതെ രസിപ്പിച്ചു. അലീനയിൽ നിന്നും കൂടുതൽ കേൾക്കുവാൻ വേണ്ടി അദ്ദേഹം വീണ്ടും പറയുകയാണ്, അവരഹങ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം, നമ്മൾ കാണുന്നില്ലല്ലോ. വേണ്ട, അങ്ങനെ തമാശയായി കാണുകയൊന്നും വേണ്ട കേട്ടോ.
ഞാൻ കാര്യമായിട്ട് തന്നെയാണ് വല്യപ്പച്ച പറഞ്ഞത്. മോളെ, അവന് ഭയങ്കര ദേഷ്യം വന്നിരിക്കുക. നിന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി അവൻ ഇതിനകം അരക്കുപ്പി കുടിച്ചു കഴിഞ്ഞു. ഓഹോ, അത്രേ ഉള്ളോ? എന്നാൽ പിന്നെ ഒരു കുപ്പി ദേഷ്യവും കൂടെ എടുത്ത് മുമ്പിലോട്ട് വെച്ചു കൊടുക്കാൻ വയ്യായിരുന്നോ? അതുകൂടെ അങ്ങ് കുടിച്ചു തീർക്കട്ടെ. ഓഹോ, ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ അവൻ നിന്നെ ഇവിടുന്ന് നാട് കടത്തും, ഉറപ്പാ. പിന്നെ ഞാൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയല്ലേ. വല്യപ്പച്ചൻ അറിയാമോ, ഇന്ന് രാവിലെ വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വേറെ എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് സ്ഥലം വിടണമെന്നാ. ഇപ്പം ഞാനതങ്ങ് തിരുത്തി. ഇനി എന്നെ തല്ലിക്കൊന്നാലും ഞാൻ ഇവിടുന്ന് പോവില്ല. അതെന്തു പറ്റി അങ്ങനെ തിരുത്താൻ? ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു റിട്ടയർഡ് കേണലും കുറച്ച് ഭൃത്യന്മാരും. ഈ കേണലിന് ഭാര്യയും മക്കളും ഉണ്ടല്ലോ. ഇതുവരെ ഒരാളെ പോലും ഈ വഴിക്ക് കണ്ടില്ല. കേണല് അങ്ങോട്ട് പോയി കണ്ടുമില്ല. 4-5 ദിവസം ആയില്ല ഞാൻ വന്നിട്ട്. കേണൽ ഇതുവരെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഫോൺ ചെയ്യുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങോട്ടും അങ്ങനൊരു ഫോൺ കോൾ വന്നിട്ടുമില്ല. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അതിനെന്താ പ്രത്യേകിച്ച് അർത്ഥം? കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അവരഞ്ചലിൽ സുഖമായിട്ട് ജീവിക്കുന്നു. അവർക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. ഇവിടെ ലാലിച്ചനും സന്തോഷമായിട്ട് കഴിയുന്നു. അതെനിക്ക് മനസ്സിലായി. കുറച്ച് പട്ടികളും അതിൻ്റെ കുട്ടികളും, നിറയെ ബ്രാൻഡിയും വിസ്കിയും കുറെ സിഗരറ്റ് പുകയും, കേണലിന്റെ ഇഷ്ടാനുസരണം രുചിയോടെ വെച്ച് വിളമ്പി കൊടുക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ജോലിക്കാരും എല്ലാവരും കൂടി ചേർന്ന് ഒരു കോൺക്രീറ്റ് സെറ്റപ്പ്. ഇത് ഞാൻ പൊളിച്ചടുക്കും. ഇതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെയോ ചില വേരുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് മാന്തി എടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പോൾ ഗൗരവത്തോടുകൂടി ഔതക്കുട്ടിച്ചാൻ പറയുകയാണ്, മോളെ, തമാശ പറഞ്ഞതല്ല ഞാൻ. അവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുവാൻ ചെന്നാൽ ലാലിച്ചൻ നിന്നെ ഇവിടുന്ന് നിലം തൊടാതെ ഓടിക്കും. ഓഹോ, അത് ശരി. എന്നാൽ വല്യപ്പച്ചൻ കേട്ടോ, അലീന ഇവിടുന്ന് എങ്ങോട്ടും ഓടിപ്പോവില്ല. ലാലിച്ചൻ ചിലപ്പോൾ ഇവിടുന്ന് ഇറങ്ങി ഓടും. അത്രയും കേട്ടപ്പോഴേക്കും ഔതക്കുട്ടിച്ചായൻ പൊട്ടിച്ചിരിച്ചു. ആട്ടെ, എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? ഞാൻ സമരം ചെയ്യും വല്യപ്പച്ച. എന്ത് സമരം? അതൊക്കെ വല്യപ്പച്ചൻ കണ്ടോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനും ഈ ലാലിച്ചനും തമ്മിൽ വഴക്കുണ്ടായാൽ വല്യപ്പച്ചൻ ആരുടെ ഭാഗത്ത് നിൽക്കും? ആരുടെ പക്ഷത്ത് നിൽക്കണം? അതെല്ലാം വല്യപ്പച്ചൻ്റെ ഇഷ്ടം പോലെ. ഇത്രയും നാളും ഞാൻ ലാലിച്ചൻ്റെ പക്ഷത്താണ് നിന്നത്. ഇനിയിപ്പോൾ കാല് മാറുന്നത് എങ്ങനെയാ മോളെ? കാലൊന്നും മാറണ്ട. കാല് മാറണമെന്ന് ആര് പറഞ്ഞു? അല്ല, ഇപ്പുറത്ത് ചിന്നമ്മ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണുമ്പം എനിക്ക് എങ്ങനെയാണ് കാല് മാറാതിരിക്കാൻ പറ്റുന്നത്? അലീന മുഖം ചെരിച്ച് അയാളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഔതക്കുട്ടിച്ചായൻ വലിയ വാത്സല്യത്തോടെ അവളുടെ തോളത്ത് കൈവച്ച് തന്നോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ ചിന്നമ്മയുടെ പക്ഷത്ത് തന്നെ ചേരും. എന്താ, തൃപ്തിയായോ? ഔതക്കുട്ടിച്ചായൻ്റെ മുഖത്തൊരു കള്ള ചിരി പടർന്നു. അത് കണ്ടിട്ട് അലീനയ്ക്കും ചിരി വന്നു. അലീന ആ ചിരിയോടുകൂടി തന്നെ ചോദിക്കുക, നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് ആ കേണലിനെയും കേണലിൻ്റെ സൈന്യത്തെയും കീഴടക്കി നമ്മുടെ പക്ഷത്ത് ചേർക്കണം, അല്ലേ വല്യപ്പച്ച? ഉവ്, അങ്ങനെ തന്നെ നടക്കട്ടെ. ഔതക്കുട്ടിച്ചായൻ തലയാട്ടി അതങ്ങ് സമ്മതിച്ചു. എന്നാലേ ഞാനൊരു രഹസ്യം പറയാം. നീ രാവിലെ കിച്ചണിൽ കയറി പൗലോസിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്തപ്പോഴും ഞാൻ നിന്റെ പക്ഷത്ത് തന്നെയായിരുന്നു. എനിക്കതങ്ങ് നന്നായിട്ട് രസിച്ചു. തുടർന്ന് കാണുന്ന കാഴ്ച, സെൽഫോണിൽ നമ്പർ പ്രസ് ചെയ്തിട്ട് അത് കാതോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അലീന മുറിയിലൂടെ മന്ദം മന്ദം നടക്കുകയാണ്. അല്പനിമിഷങ്ങൾക്കുള്ളിൽ മറുവശത്തു നിന്നും ഹലോ എന്നുള്ള ശബ്ദം കേട്ടു. അലീന തിരിച്ചും ഹലോ പറഞ്ഞു. അപ്പോൾ അലീനയ്ക്കൊരു കുസൃതി തോന്നി. അലീന തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ്, ഹലോ, ഹു ഈസ് സ്പീക്കിംഗ്? ഈസ് ഇറ്റ് മിസ്റ്റർ MS മേനോൻ? MS മേനോൻ? ഐ മീൻ മനുശങ്കര മേനോൻ? യാ, മേ ഐ നോ യുവർ നെയിം പ്ലീസ്? അത്രയും പറഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് ചിരി പൊട്ടിപ്പോയി. പഴയൊരു പരിചയക്കാരിയാ, പേര് അലീന. മറുവശത്ത് അനക്കമില്ല. ഹലോ ഹലോ മനുവേട്ടാ. എന്നിട്ടും പ്രതികരണം ഒന്നുമില്ല. അലീനയ്ക്ക് പരിഭ്രമമായി. കളിപ്പിച്ചത് ഇനി ഇഷ്ടപ്പെട്ടില്ലയോ ആവോ? മനുവേട്ടാ. അവൾ മറുപടിക്ക് വേണ്ടി കാതോർത്തു. അയ്യോ, പോയോ? ഇതെന്താ മിണ്ടാത്തെ മനുവേട്ടാ? ഒന്നുകൂടെ വിളിക്ക്. അത് കേട്ടുകൊണ്ട് അലീന മിണ്ടാതെ നിന്നു. ഇപ്പം നീ എൻ്റെ മുൻപിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോണെന്നറിയുമോ? 2 കൈ നീട്ടി കഴുത്തിൽ കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് ആ നെറ്റിയിലൊരു ഉമ്മ. അലീനയുടെ പ്രതികരണത്തിന് 2 നിമിഷം കാത്തു നിന്നിട്ട് അവൻ ചോദിച്ചു, എന്താ, ഇഷ്ടപ്പെട്ടില്ലേ? ഉത്തരമില്ല. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനത് തന്നു കഴിഞ്ഞു. ഇനി തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല. 4-5 നിമിഷങ്ങൾക്ക് ശേഷം അലീന ചോദിക്കുകയാണ്, മനുവേട്ടൻ ബിസിയാണോ? ബിസി അല്ലെന്ന് മാത്രമല്ല, തൽക്കാലം ബിസിയാകാൻ ഉദ്ദേശിക്കുന്നുമില്ല. ബിസിക്ക് ഞാൻ അവധി കൊടുത്തു. അവൾ കുറച്ചു നേരം വിശ്രമിക്കട്ടെ. അവൻ്റെ വർത്തമാനം കേട്ട് അവൾക്ക് ചിരി വന്നുപോയി. ബിസിക്ക് മാത്രമേ അവധി കൊടുത്തിട്ടുള്ളോ, അതോ വേറെ വല്ലവർക്കും കൂടി കൊടുത്തിട്ടുണ്ടോ? മനസ്സിലായി. ഞാനിവിടെ വേറെ പെൺകുട്ടികളുമായി കിന്നരിച്ചുകൊണ്ടിരിക്കുവാണെന്നല്ലേ ചോദിക്കുന്നേ? മനുശങ്കറിൻ്റെ വാക്കുകൾക്കിടയിൽ ചിരി ചിതറി വീണു. അവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ട് അല്ലേ? ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഈ ഫോൺ കോൾ വരുമ്പോൾ ഞാനൊരു സുന്ദരി പെൺകൊച്ചുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, അത് ശരി. മനുവേട്ടൻ്റെ കൂടെ ഒരുപാട് പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ടോ?
പിന്നില്ലേ, ഇതൊരു വലിയ IT കമ്പനിയല്ലേ? വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. മലയാളി കുട്ടികൾ, തമിഴത്തികൾ, തെലുങ്കത്തികൾ, നോർത്ത് ഇന്ത്യൻസ്, കന്നഡക്കാരികൾ, അങ്ങനെ എത്ര പേർ. സുന്ദരികൾ മാത്രമല്ല, സുന്ദരന്മാരും ഉണ്ട്. ആഹാ, എന്നിട്ട് അതിൽ ആരോടും മനുവേട്ടന് ഇഷ്ടം തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ നിന്റെ അടുത്ത് കള്ളം പറയാൻ വയ്യ. നിന്നോട്ടൊരു നുണ പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ചീറ്റ് ചെയ്തതുപോലൊരു തോന്നലുണ്ടാവും. കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് 3 പേരോടൊക്കെ എനിക്ക് ചെറിയ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പുറമേ കാണുമ്പോഴുള്ള ഭംഗി, സംസാരം, ചിരി, ഫിഗർ, ഇതൊക്കെയാണ് ആകർഷണം. പക്ഷെ കൂടുതൽ സംസാരിച്ചു വരുമ്പോൾ ആ ഇഷ്ടമൊക്കെ തന്നെ അങ്ങ് അലിഞ്ഞു പോവും. ഉടനെ തന്നെ മനസ്സിൽ നിന്നൊരു സിഗ്നൽ വരും, മോനെ ഇത് നിനക്ക് സൂട്ടാവില്ല എന്ന്. ആഹാ, അങ്ങനെ ഇടയ്ക്ക് മാറിക്കളയുമ്പോൾ അവർക്ക് സങ്കടമാവില്ലേ മനുവേട്ടാ? എൻ്റെ പൊട്ടിപ്പെണ്ണേ, അത്രയ്ക്ക് അടുത്തോട്ടൊന്നും ഞാൻ ചെന്നിട്ടില്ല. ഒരടയാളം പോലും കൊടുത്തിട്ടില്ല. അവർക്ക് തിരിച്ചിങ്ങോട്ട് ഒന്നും തോന്നിയിട്ടും ഉണ്ടാവില്ല. എൻ്റെ മനസ്സിൽ മാത്രം ഒരു തീപ്പൊരി പോലെ മിന്നി അണഞ്ഞു പോകുന്ന കേസുകളാണ് അതെല്ലാം. ഞാൻ തന്നെ അരിച്ചരിച്ച് നോക്കിയിട്ട് അതങ്ങ് കളയും. അപ്പോൾ ഇങ്ങോട്ടൊരിഷ്ടം ആർക്കും ഇതുവരെ തോന്നിയിട്ടില്ല? ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അങ്കമാലിക്കാരി. എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് കണ്ണിൽ നോക്കിയാൽ അറിയാലോ. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്യൂബിക്കിളിൽ വരും, വെറുതെ സംസാരിക്കാനോ സംശയം ചോദിക്കാനോ ഒക്കെ. ആഹാ, എന്നിട്ട് 4-5 ദിവസം മുമ്പ് അവൾ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ സ്ക്രീൻ സേവറായിട്ടൊരു പെൺകുട്ടിയുടെ പടം. അതാരാണെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണെന്ന്. അതിനുശേഷം അവൾ എൻ്റെ ക്യൂബിക്കിളിലേക്ക് വന്നിട്ടേയില്ല. ശോ, കഷ്ടം. ആ കുട്ടിക്ക് എന്തുമാത്രം വിഷമം തോന്നിയിട്ടുണ്ടാവും മനുവേട്ട. അല്ല, അതിന് ഞാനെന്തു പിഴച്ചു? എനിക്ക് ആ കുട്ടിയോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ലല്ലോ. മനുവേട്ടൻ അങ്ങനെ ആരെയെങ്കിലും ഇഷ്ടപ്പെടണം മനുവേട്ട. ഒരുപാട് അരിച്ചു നോക്കിയാൽ എല്ലാം തികഞ്ഞവരായിട്ട് ആരാ ഉള്ളത്? നമുക്കുമില്ലേ കുറ്റങ്ങളും കുറവുകളും ഒക്കെ. തമ്മിൽ ഭേദം ഏതാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ടങ്ങ് മതി നിർത്ത്. അങ്ങനെ നോക്കിയിട്ട് തന്നെയാ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ലാപ്ടോപ്പിൽ മാത്രമല്ല ആ സ്ക്രീൻ സേവർ ഉള്ളത്, എൻ്റെ ഹൃദയത്തിലും ഉണ്ട്. ഇനി വേറൊരു പെൺകുട്ടിക്ക് അങ്ങോട്ട് കടക്കാൻ ഒരു വിദൂര സാധ്യത പോലുമില്ല. മനുവേട്ടൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോ? പിന്നെ പറയാതെ, എപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ 5 പേരൊരു ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുന്നത്. ജോലി കഴിഞ്ഞ് വന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒഴിവു ദിവസങ്ങളിൽ ഞാൻ നിന്നെപ്പറ്റി പറയും. അവർക്കെല്ലാവർക്കും നിന്നെ അറിയാം, നിന്റെ കഥകളും അറിയാം. അവർക്കെല്ലാം നിന്നെ വലിയ ഇഷ്ടമാണ് കേട്ടോ. നിന്റെ ഫോട്ടോഗ്രാഫും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മനുവേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. അലീനയുടെ സ്വരത്തിൽ കലർന്ന വിഷാദത്തിൻ്റെ അർത്ഥം അവന് മനസ്സിലായി. എനിക്കറിയാം, ആ പഴയ പല്ലവി തന്നെയല്ലേ, നിന്നെ സഹോദരിയെ പോലെ കാണണമെന്ന്. മനുവേട്ട, ഞാനത് വെറുതെ പറയുന്നതല്ല, തക്കതായ കാരണം ഉണ്ടായിട്ട് തന്നെയാണ്. അപ്പോൾ മണിശങ്കർ പറയുകയാണ്, ബാലചന്ദ്രമേനോന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകളെ കല്യാണം കഴിക്കാൻ എനിക്കെന്താണ് തടസ്സം? മനുവേട്ട പ്ലീസ്, ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. ശരിക്കും ഞാൻ ആരാണെന്ന് മനുവേട്ടന് അറിയില്ല. അറിയാം മോളെ, ജയന്തി ആൻറ്റി പ്രസവിച്ച മോളാണ് നീയെന്ന് എനിക്ക് വളരെ മുൻപ് തന്നെ അറിയാം. അലീന നടുങ്ങിപ്പോയി. അവളുടെ തൊണ്ട വരണ്ടു. ഷോക്ക് അടിച്ചതുപോലെ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് അലീന എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ മണിശങ്കർ വീണ്ടും പറയുകയാണ്, അതുമാത്രമല്ല അറിയാവുന്നത്, നീ ഇപ്പോൾ താമസിക്കുന്നത് നിന്റെ സ്വന്തം അച്ഛനായ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലാണെന്നും എനിക്കറിയാം. അലീന നാവിറങ്ങിപ്പോയതുപോലെ സ്തംഭിച്ചു നിന്നുപോയി. വീണ്ടും മണിശങ്കർ പറയുകയാണ്, അതെ, അങ്കിളിനെ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട കേട്ടോ. എൻ്റെ ഊഹം ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്കിൾ സമ്മതിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്കിളിന് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, ആരോടും, നിന്നോട് പോലും പറയില്ല എന്ന്. ഇപ്പം നിന്റെ അടുത്ത് മാത്രമാണ് ഞാൻ ആ വാക്ക് തെറ്റിച്ചത്, നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട്. പെട്ടെന്ന് വിറയാർന്ന ശബ്ദത്തോടുകൂടി അലീന ചോദിക്കുകയാണ്, മനുവേട്ടാ, ഞാൻ ഫോൺ വെച്ചോട്ടെ? വെക്കരുത്. ഞാനതെല്ലാം അറിഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. നിന്നോട് എനിക്ക് സ്നേഹവും ബഹുമാനവും കൂടിയിട്ടേ ഉള്ളൂ അലീന. അലീന ഫോണിൽ അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മണിശങ്കർ വീണ്ടും വിളിക്കുകയാണ്, അലീന, നിന്നെ ഞാൻ വേദനിപ്പിച്ചോ? ഏയ് ഇല്ല. ഭയപ്പെടുത്തിയോ? ഇല്ല മനുവേട്ടാ. പക്ഷെ നീ വല്ലാതെ പേടിച്ചതുപോലെ തോന്നുന്നു. ഏയ് ഒന്നുമില്ല. ഞാൻ വെച്ചോട്ടെ മനുവേട്ടാ. അലീന പ്ലീസ്, നീ എന്തിനാ എൻ്റെ മുമ്പിൽ നീ ഇങ്ങനെ ഒളിച്ചോടുന്നത്? എത്ര ധൈര്യത്തോടെയാണ് നീ ഓരോരോ പ്രശ്നങ്ങളെ നേരിട്ടത്. ഞാൻ അതിശയിച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ എവിടെ ഒളിച്ചാലും നിന്നെ എനിക്ക് കാണാം. നിന്റെ മനസ്സും ചിന്തയും എല്ലാം എനിക്ക് കാണാം. ഞാനിപ്പോൾ വേറൊരു വീട്ടിലാണ് മനുവേട്ടാ. കടപ്പാട്ടൂരെ വീട് പോലെ അല്ല ഇവിടുത്തെ സാഹചര്യങ്ങൾ. എല്ലാം മാറി മറിഞ്ഞു. എൻ്റെ പപ്പയ്ക്കാണ് ഇനി എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുവാനുള്ള അധികാരം. മനസ്സിലായടോ? വേറൊരു മതവും സംസ്കാരവും ഒക്കെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലെ അംഗം എന്ന പോലെ തന്നെ ഒരു ഹിന്ദു ഫാമിലിയിലും കൂടെയാണ് നീ. നിനക്ക് ഏത് പക്ഷത്തേക്കും വരാം. അതൊക്കെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ മനുവേട്ടാ? എൻ്റെ പപ്പയ്ക്കും കുടുംബക്കാർക്കും ഇഷ്ടപ്പെടുവോ? മനുവേട്ടൻ്റെ വീട്ടിൽ ആരെങ്കിലും സമ്മതിക്കുവോ? മനുവേട്ടന് എന്നെക്കാളും എത്ര നല്ല പെൺകുട്ടിയെ കിട്ടും?
എന്താ സംശയം? നിന്നേക്കാൾ സുന്ദരികളായ പലരും ഇവിടെ തന്നെയുണ്ട്. 10-20 ലക്ഷം രൂപ സ്ത്രീധനവും വാങ്ങിക്കാം. സൗന്ദര്യം കണ്ടിട്ടൊന്നുമല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. എൻ്റെ മനസ്സിനിണങ്ങിയ പെണ്ണാണെന്ന് തോന്നിയിട്ടാ. മറ്റുള്ളവരുടെ മനസ്സ് കാണാനും അവരുടെ സങ്കടങ്ങൾ തിരിച്ചറിയുവാനും തന്നെത്താൻ മറന്നും അവരെ സഹായിക്കുവാനുള്ള സന്നദ്ധതയും കണ്ടിട്ടാ. ഞാൻ ഇത്രേ ചിന്തിച്ചുള്ളൂ. നിനക്കെന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നീ എന്നെ സഹായിക്കും. എൻ്റെ മനപ്രയാസങ്ങളെ തുടച്ചു മാറ്റും. അതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടേ? നിന്റെ തീരുമാനം എന്തായിരുന്നാലും ശരി. നീ ഇല്ലാതെ മുൻപോട്ട് പോകുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ലീന. മനുവേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്ക്. അലീനയ്ക്ക് കരച്ചിൽ വന്നു. അവൾ വിതുമ്പി കരയുവാൻ തുടങ്ങി. പക്ഷേ മനുശങ്കർ ഫോൺ കട്ട് ചെയ്യുന്നില്ല. എല്ലാം കേട്ടുകൊണ്ട് മറുതലയ്ക്കൽ അവൻ ശാന്തമായി നിൽക്കുകയാണ്.